ഹലോ. സുഖാണെന്ന് വിചാരിക്കുന്നു. ഷാദിലാണ് മാത്സഡോയിൽ നിന്ന്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെക്കാളും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ ഓഡിയൻസ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നത് പാരന്റ്സ് ആണ്. പാരന്റ്സിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഏതായാലും തുടങ്ങാം. ഞാൻ ബേസിക് ആയിട്ട് ജസ്റ്റ് ചെറിയൊരു ഒരു 5-10 മിനിറ്റ് കൊണ്ട് നിർത്തിക്കൊണ്ട് അപ്പോൾ എല്ലാം ഈ ഇപ്പോ ഒരു മാർച്ച് മാസമാണ്. എല്ലാ മക്കളും പരീക്ഷ പേടിയിലും അല്ലെങ്കിൽ പരീക്ഷയുടെ ടെൻഷനിലും അല്ലെങ്കിൽ പരീക്ഷയുടെ പ്രിപ്പറേഷൻസിലൊക്കെ ആയിരിക്കുന്ന സമയമാണ്. ഉറക്കമില്ലാതെ ഒന്നാമത് നോമ്പ് കാലം കൂടി ആയതുകൊണ്ട് ഉറക്കമൊന്നുമില്ലാതെ ചിലപ്പോൾ കുറെ ആളുകൾ പഠിക്കുന്നുണ്ടാവാം. നോമ്പ് നോറ്റും ക്ഷീണിച്ചും ഒക്കെ ആ ക്ഷീണത്തിനൊന്നും വകവെക്കാതെ കുറെ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറെ കുട്ടികൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ടൈം ആയിരിക്കാം ഇത്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മക്കൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ നിങ്ങളായിരിക്കണം അവരുടെ സപ്പോർട്ടേഴ്സ്. കാരണം എല്ലാ ആളുകളും ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞ സമയത്ത് കുറെ കുട്ടികൾ പറഞ്ഞൊരു സാധനമാണ് എന്റെ പാരന്റിനോട് ഞാനിത് എങ്ങനെ അവതരിപ്പിക്കും, പാരന്റ്സ് ചീത്ത പറയാണ്, അതാണെന്നൊക്കെ. അപ്പൊ ഒരിക്കലും മോഡൽ എക്സാമിന്റെ ആ ഒരു റിസൾട്ട് നോക്കി ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിലയിരുത്തരുത്. അതിനേക്കാൾ പൊട്ടൻഷ്യലുള്ള മക്കളായിരിക്കാം ചിലപ്പോൾ അവര് മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്നുള്ളൊരു പേരിൽ ശകാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ മാർക്ക് SSLC പരീക്ഷയ്ക്കും പബ്ലിക് എക്സാമിനൊക്കെ കുറയാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ കുട്ടികളെ തിരുത്തേണ്ടി വരും. നമ്മൾ പക്ഷേ ശകാരിക്കുന്ന രീതിയിലോ കമ്പയർ ചെയ്യുന്ന രീതിയിലോ വേറെ കുട്ടികൾ നിങ്ങളുടെ കസിൻസിനോടോ ഫ്രണ്ട്സിനോടൊക്കെ കമ്പയർ ചെയ്യും. അവരങ്ങനെയാണല്ലോ, ആ കുട്ടി അവരുടെ മകൻ ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, അവന് അത്ര മാർക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നീ പഠിക്കുന്നില്ല, അവൻ പോകുന്ന അതേ ട്യൂഷനിലാണല്ലോ നീയും പോണേ എന്നുള്ളതൊക്കെ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവർക്കും ഒരു ഐക്യം ആയിരിക്കണം എന്നില്ല. പക്ഷെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് ശകാരിക്കണതിനെക്കാട്ടിലും നല്ലത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സമയത്തും നിങ്ങളൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഹോപ്പ് അവിടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. പല പാരന്റ്സും മാർക്ക് കുറഞ്ഞതിന്റെ പേരിലൊക്കെ ഭയങ്കരമായിട്ട് ശകാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറയാം, മോഡൽ എക്സാമിന്റെ ഒരു ഗതി അനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടാണ് 9ഓളം വിഷയങ്ങൾ SSLC മക്കൾ എക്സാം എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ അതേപോലെ തന്നെ ഭയങ്കര പവർ പാക്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാം ടൈം ടേബിൾ ആയിരുന്നു. 9 വിഷയങ്ങൾ 5 ദിവസം കൊണ്ട് എഴുതി തീർത്ത മക്കളാണ് SSLC മക്കള്. അത്രയും എഫേർട്ട് ഇട്ടിട്ടായിരിക്കാം ഓരോ രാത്രിയും കഴിച്ചു കൂട്ടിയിട്ടുണ്ടാകാന്ന്. കാരണം 2 വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നത് ബയോളജി SS ഒക്കെ പോലത്തെ ടഫല്ല, കുറേയധികം പഠിക്കാനുള്ള വിഷയങ്ങളൊക്കെ ഒരേ ദിവസമൊക്കെ വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും ടൈം ടേബിളൊക്കെ ഷെഡ്യൂൾ ഭയങ്കരമായിട്ട് ഒരാഴ്ച കൊണ്ട് 5 ദിവസം കൊണ്ടൊക്കെ ടൈം ടേബിൾ ഇട്ട സമയത്ത് അതിനൊക്കെ ഓവർകം ചെയ്തു തന്ന മക്കളാ. അതിൽ നിന്ന് വരെ അത്യാവശ്യത്തിലേറെ മാർക്ക് വാങ്ങിയ മക്കളാ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കൾക്ക് ഏതൊരു എക്സാമിനും പകുതിയേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ പകുതിയോ അതിൽ കൂടുതൽ മാർക്കോ മോഡൽ എക്സാമിന് ഉണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫോർട്ടും ഇല്ലാതെ, മീൻസ് ഹാർഡ് വർക്ക് ചെയ്യണം, അതല്ല ഭയങ്കര ടെൻഷനൊന്നും അടിച്ചേണ്ട ആവശ്യമില്ല, അത് നേരെ ഫുൾ A+ ഉള്ള മുതലാണ്. അതിനേക്കാൾ താഴെയുള്ള മാർക്കുള്ള കുട്ടികൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ കുറച്ചുകൂടി കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എങ്ങോട്ടെത്തും. ഫുൾ A+ അല്ലെങ്കിൽ 9A+ അല്ലെങ്കിൽ 8A+ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഗോൾഡൻ റിസൾട്ടുകളിലേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, പാരന്റ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മക്കളെ ഏറ്റവും കൂടുതലായിട്ട് ചിലപ്പോൾ ചീത്ത പറയുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ മാത്സിൽ തുടങ്ങിയതിനു ശേഷം കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുള്ള മക്കളുമായിട്ട് ചെറിയ കണക്ഷൻസ് ഉണ്ട്. ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ പരീക്ഷ തരുന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ആ സമയത്തൊക്കെ ചില കുട്ടികൾ പറയുന്നുണ്ട്, എന്റെ പാരന്റിനോട് എങ്ങനെയാണ് ഞാൻ മാർക്ക് കുറഞ്ഞത് പറയാം, മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ചീത്ത പറയുമെന്ന് അറിയില്ല, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എങ്ങനെ പറയും എന്നുള്ളതൊക്കെ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, അവര് നിങ്ങളോടൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പോയിങ്ങാണ്ട് ജസ്റ്റ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികളത് ശ്രദ്ധിക്കുക. പാരന്റ്സ് ആണെങ്കിലും അവർക്ക് സംസാരിക്കാനുള്ള ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുക. അവർക്കൊപ്പം ആരില്ലെങ്കിലും നിങ്ങളൊപ്പം ഉണ്ടാവും. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ശ്രമിക്കുക, കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തേൽ പിടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ പാരന്റിങ് എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ്. ആ ആർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ ഓരോ പാരന്റ്സും. അപ്പോ അതിലേറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഓഡിയൻസിന് അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതാണ്, അപ്പോൾ അവരെ മെന്റലി ഭയങ്കരമായിട്ട് എങ്ങാനും ടോർച്ചർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുന്ന കുറവാ, ഈ കാലത്തൊക്കെ ഭയങ്കര കുറവാ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവരുടെ മെന്റൽ ഹെൽത്ത് പോവാന്ന് പറയുന്നത് നിങ്ങളെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. അവരേറ്റവും കൂടുതൽ നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ടൈമാണ്. ഇപ്പം നിങ്ങളവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക തന്നെ വേണം. നിങ്ങളായിരിക്കണം അവരുടെ ഗ്രേറ്റസ്റ്റ് പില്ലർ.
അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പേടി ഉണ്ടെങ്കിലൊക്കെ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓക്കെയാക്കി വിട്ടാൽ മതി. കുഴപ്പമില്ലടാ, നീ എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്, നീ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്, നീ പഠിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, നീ നിന്റെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ പറച്ചിൽ മതിയാവും. മിക്ക കുട്ടികളുടെയും മെന്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഓക്കെയാണ്. ഓട്ടോമാറ്റിക്കലി അവരെന്തായിട്ടും പഠിക്കും, നിങ്ങൾക്ക് വേണ്ടി പഠിക്കും. ഞാനൊക്കെ ഫുൾ A+ന്റെ കാര്യത്തിലൊക്കെ SLC കുട്ടികളെയും +2 കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങണട്ടോ എന്ന് പറയുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒരു 10 കോടി തരാമെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് ഒരു കുലുക്കമുണ്ടാവില്ല. പക്ഷെ ഞാൻ കീ പോയിന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, മേക്ക് യുവർ പാരന്റ്സ് പ്രൗഡ്. ഈ കുടുംബശ്രീ പോയ അമ്മക്ക് 4 ആളെ മുന്നിൽ നിൽക്കാൻ വെക്കണം, വർക്ക് സ്പേസ് പോയ വാപ്പാക്ക് 5 ആൾക്കാരെ മുന്നിൽ നീച്ചിക്കാൻ വെക്കണം, ഞാൻ അങ്ങനെ ഇങ്ങനെ ഞാൻ ചെയ്തിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എങ്ങാനും നിങ്ങൾ കാരണം നിങ്ങളുടെ പാരന്റ്സ് ഹാപ്പി ആവുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ പല കുട്ടികളുടെയും കണ്ണിൽ വെള്ളം നിറയണ ഞാൻ കണ്ടിട്ടുണ്ട്. പല കുട്ടികളും ആലോചിച്ചിങ്ങനെ കുളിര് ഊരിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അവർക്കൊന്നും ഇപ്പത്തില് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നിങ്ങൾ പ്രൗഡാക്കുക, നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് പ്രൗഡാകുക എന്നുള്ളത് തന്നെയാണ് പല കുട്ടികളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. കൊല്ലം മൊത്തം ട്യൂഷന് പോണ കുട്ടികളുണ്ടാവും. അപ്പൊ അതില് മാർക്ക് 1 by 1 ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന കുട്ടികളുണ്ടാവാം. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുന്ന ടൈം അത്. ഈ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുറെ ആൾക്കാർ ഇപ്പൊ മാത്സ് തന്നെ 1-to-1 ട്യൂഷൻ ഉണ്ട്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ഓൺലൈനിൽ. അതേപോലെ തന്നെ അങ്ങനത്തെ കുറെ സ്കീമുകളുണ്ട്. അപ്പൊ അതിനൊക്കെ കുറെ പാരന്റ്സ് നമുക്ക് പൈസ എത്രയും കുഴപ്പമില്ല, ഈവൻ ഖത്തറിന്ന് അവിടെ നിന്നൊക്കെയാണ് എൻക്വയറീസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയും അങ്ങനെ എവിടെ നിന്ന് ലോകത്തിന്റെ ഏത് അറ്റത്താണെങ്കിലും പഠിച്ചാൽ മതി, പൈസ നമുക്കൊരു വിഷയമില്ല, നിങ്ങൾ പഠിപ്പിച്ചാൽ മതി എന്നുള്ളൊരു സാധനമൊക്കെ വിളിച്ച് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പാരന്റ്സ് മിക്ക ആൾക്കാരും പട്ടിണി നടന്നിട്ടാണെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ റെഡിയാണ്. ബിക്കോസ് നിങ്ങൾ കഷ്ടപ്പെട്ട ആ ഒരു കഷ്ടപ്പാടും അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചു വന്ന ആ ഒരു ജീവിത രീതിയും നിങ്ങൾക്ക് കിട്ടാതെ പോയ അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതൊന്നും എന്റെ മക്കൾക്ക് സംഭവിക്കരുത്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടണം. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് വേണ്ടില്ല, അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇച്ച് കൊടുക്കാൻ പറ്റണമെങ്കിൽ, മലപ്പുറം ഭാഷ മറിച്ചതുണ്ട്, എനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്ന് ആലോചിക്കുന്ന പാരന്റ്സ് തന്നെയായിരിക്കും മിക്ക ആളുകളും ഉണ്ടാവുക. അപ്പോ ഇവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെല്ലാവരും കുറേയധികം എന്തും അവർക്ക് വേണ്ടി ചെയ്യാൻ റെഡിയാ. ആ ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു ചെറിയ ഏരിയ, വീട്ടിൽ ചിലപ്പോൾ സൗകര്യം ഇല്ലെങ്കിൽ പോലും, ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്നും ഒരു മൂല അത് അവർക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്താൽ ഭയങ്കര കാരം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് കുറച്ച് A4 ഷീറ്റുകളൊക്കെ ലെക്ചർ നോട്ട് ഉണ്ടാക്കാനൊക്കെ ഞാൻ കുറെ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ A4 ഷീറ്റുകളൊക്കെ നിങ്ങൾ ചോദിക്കാതെ തന്നെ കൊടുന്ന് നടക്കുക. പിന്നെ പറ്റുന്ന ചെറിയ കാര്യമാണ്, ചെറിയ എന്റെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാവും, ഈ ഒട്ടിച്ചേക്കാൻ പറ്റുന്ന ചുമരമൊക്കെ ഒട്ടിച്ചേക്കാൻ, അല്ലെങ്കിൽ സ്റ്റഡി ടേബിളൊക്കെ ഒട്ടിച്ചേക്കാൻ, അവർക്ക് ഇക്വേഷൻസ് ഒക്കെ എഴുതി അങ്ങനത്തെ ചെറിയ രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, ക്യൂട്ട് സാധനങ്ങളൊക്കെ, അതൊക്കെ പറ്റുകയാണെങ്കിൽ 20 രൂപ ഉള്ളൂ. അങ്ങനെ മതി, 2000-3000 ഒന്നും ചിലവാക്കണമെന്നില്ല. അങ്ങനത്തെ ചെറിയ, അതേപോലെ തന്നെ 5 രൂപയുടെ ഒരു റെഡ് ഇങ്ക് പെന്ന്, ഒരു ബ്ലൂ, അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഇങ്ക്, അങ്ങനെ ഒരു കളർ പെന്നുകളൊക്കെ കുറച്ച് 2-3 പെന്ന്. അതെന്താ പറയുക, അവർക്ക് നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യാറ്. കുട്ടികളായിട്ട് ചിലപ്പോൾ അങ്ങ് വാങ്ങിക്കൊള്ളണം എന്നില്ല കളർ പേനൊക്കെ വാങ്ങിയപ്പോൾ, പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ കളർഫുൾ ആയിട്ട് ചെയ്തും ഒരു നോട്ട് വായിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അവർക്കത് കിട്ടുന്നതിന്റെ പുറമെ അവര് നിങ്ങളോടൊന്നും ചോദിക്കാതെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്ന് പുറത്തൊക്കെ തട്ടിയിട്ട് പറയാ, ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങളുടെ എഫേർട്സ് കാണുന്നുണ്ട്, കാണാതെ പോകണമെന്നില്ല, കഷ്ടപ്പെട്, ട്രൈ ചെയ്യ്, കഴിവിന്റെ പരമാവധി പൊട്ടൻഷ്യല് കാണിച്ചു കൊടുക്ക്, എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണമെന്നല്ലേ കാണിച്ചു കൊടുക്ക്. ഇനിയിപ്പോ ഒരു റിസൾട്ട് മോശമായാലും എന്താ, 2A+ പോയാലും എന്താ, 4A+ പോയാലും എന്താ, നമുക്ക് അടുത്തി പിടിച്ച +1 +2 പിടിക്കുക. ആ സാധനം എപ്പോഴും മനസ്സിലുണ്ടാവണം. ഒരിക്കലും കുട്ടികൾ A+ പോയാൽ പാരന്റ് ചീത്ത അറിയോ, ഭയങ്കരമായിട്ട് ടെൻഷൻ ആക്കുമോ എന്നുള്ള ഒരു പേടിയിൽ കുട്ടികൾ പഠിച്ചാൽ ആവില്ല. കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റണം, അവർ ഇഷ്ടപ്പെട്ട് പഠിക്കുക, അവരെ ഇഷ്ടപ്പെടുത്തി പഠിപ്പിക്കുക. മാത്സിലൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കണം, എല്ലാ ക്ലാസ്സും. കുട്ടികളെ ക്ലാസ് കാണുന്നുണ്ട്, രാവിലെ വരെ കുട്ടികൾ ഇരുന്ന് കാണുന്നത് കണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരും. അതൊക്കെ ഞാൻ ഡൗൺലോഡ് ആക്കി ഇട്ടിട്ട് ഈ ക്ലാസ്സസ് ഒക്കെ ഞാൻ കണ്ടിട്ടേ കിടക്കുള്ളൂ. ഭയങ്കര സന്തോഷം, നമ്മളെ എഫേർട്ടിനൊക്കെ നല്ല കുട്ടികളെ നല്ല അക്സെപ്റ്റ് ചെയ്യുന്നത് പറയുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ അത്രയും നല്ല ക്ലാസ്സസ് നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്, മാത്സിലോ മാത്രമല്ല, അതിനെക്കാട്ടിലും വലിയ വലിയ ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇതൊക്കെ യൂസ് ചെയ്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആസ് എ പാരന്റ് നിങ്ങൾ നല്ല മാക്സിമം കുട്ടികളെ ഈ ഒരു മാർച്ചിൽ വർക്ക് ചെയ്യാൻ ചൂടാവണതിനെക്കാട്ടിലും നല്ലത് ഓഫർ ദം എ ട്രിപ്പ്, ചെറിയൊരു ട്രിപ്പൊക്കെ ഓഫർ ചെയ്യുക. ഏപ്രിലൊക്കെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഫാമിലി ആയിട്ട് പോവാ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്ങനെ പോയിക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുക. ചില ആൾക്കാരൊക്കെ iPhone ഒക്കെ ഓഫർ ചെയ്യണം, ഫുൾ A+ കിട്ടിയാൽ അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത്
ഇനിയിപ്പോ അത് തളർത്തല്ല ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓവർ ഹൈപ്പ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റണ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന്, ഇനിയിപ്പോ എന്തായാലും ഏപ്രിലിൽ പണി എടുക്കണ്ടല്ലോ, കുറച്ചൊന്ന് എൻജോയ് ചെയ്തോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ വീട്ടിലിരുന്നോ, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തോ, ആ സാധനം കൊടുക്കുക. മാർച്ചിൽ ഇജ്ജ് പണിയെടുക്കുക. നമുക്ക് ഏപ്രിലൊക്കെ ഒന്ന് കഷ്ടപ്പെടണ്ട. ഏപ്രിലിൽ നമുക്കൊന്ന് റെഡിയാക്കാം, സെറ്റപ്പ് ആക്കാം, ആണെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോയി മൂടാക്കി പോരാ എന്നൊക്കെ പറഞ്ഞത് റെഡിയാക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ എന്റെ പേരന്റ് ആണെങ്കിലും എന്റെ വാപ്പ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളൊന്നല്ല. ഞാനിപ്പോ എത്ര വലിയ കാര്യം ചെയ്തുകൊണ്ട് വാപ്പാക്ക് അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ അതൊക്കെ കാട്ടിക്കണേ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നതാണ്. വാപ്പ ഒരു മാഷാള്ള ഒരു സ്റ്റിക്കർ ഇടുള്ളൂ, അല്ലെങ്കിൽ ഒരു പൂക്കളൊക്കെ ഉള്ളേ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ഇടുള്ളൂ. പക്ഷെ അതിൽ മൂപ്പര് പ്രൗഡാണ്. അത് പല ആൾക്കാരും മനസ്സിലാക്കാൻ, നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെ പാരന്റ്സിൽ ഷോ, കുട്ടികൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു ഷോ ചെയ്യൂല അവരുടെ സ്നേഹം, അല്ലെങ്കിൽ അവരുടെ കെയറിൽ പുറത്തേക്ക് കാണിക്കൂല. പക്ഷെ ഭയങ്കരമായിട്ട് അവർ നിങ്ങളെ പറ്റി കൺസേൺഡ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് പാരന്റ്സിനെ ഏറ്റവും കൂടുതൽ കംഫർട്ടാക്കി നിങ്ങൾ നിർത്താൻ നോക്കുക. അവരോട് സംസാരിക്കാൻ നോക്കുക. അവിടെ ഒരു കംഫർട്ടബിൾ ഒരു കംഫർട്ട് സോൺ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ ഞാനൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ജമ്മാനോട് പോയി പറയും. അവർ വിളിച്ചാണെങ്കിൽ ഞാൻ മാരോട് പോയി വിളിച്ചു. അപ്പൊ അമ്മ പറയും ഇതിനെക്കാട്ടിൽ വലുത് കണ്ടിക്കണേ, എന്നിട്ട് നമ്മൾ വിളിക്കിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെറിയൊരു തലോടൽ മതി. ഇപ്പൊ പോയി കണ്ടൊന്ന് പുറത്തൊരു കൊട്ടല് മതി, അടിപൊളിയാണ്, നല്ല പഠിച്ചോ, ക്ലാസ് കാണുന്നില്ല, അടിപൊളിയാക്കട്ടോ, അത് മതി. അത് ചെയ്യാനുള്ള മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാകുക. ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഭയങ്കരമായിട്ട് ഓവറായിട്ട് ശകാരിക്കാതെക്കുക. നിങ്ങൾ മാർക്ക് കുറഞ്ഞാൽ ഞാൻ എന്നെ കുത്തിക്കൊല്ലും, ഞാൻ എന്നെ ചവിട്ടിക്കൊല്ലും, ഞാൻ എന്നെ അടിച്ചും, ഇവിടെ ഒന്നും തരില്ല, ഫുഡ് തരില്ല, അങ്ങനെ തരില്ല, അങ്ങനെ തരില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർ മനസ്സിലാക്കുക ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഏറ്റവും കൂടുതലായിട്ട് നല്ലത് അവർ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പഠിച്ചാണ്ടല്ലോ, ആത്മാർത്ഥമായിട്ട് കാര്യം പഠിക്കുക. അവർ പഠിക്കുന്ന ഓരോ മിനിറ്റും അവർ വേർത്തായിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളെ ബോധിപ്പിച്ചാനേ പഠിച്ചുള്ളൂ. ഞങ്ങൾ പഠിച്ചിക്കണെന്ന് പറയാൻ വേണ്ടി പഠിച്ചു, ഇതന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരെ കംഫർട്ടബിൾ ആക്കുക. സ്റ്റുഡൻസിനെ, നിങ്ങളുടെ മക്കളെ കംഫർട്ടബിൾ ആക്കുക. അതേപോലെ തന്നെ പാരന്റ്സും അവർക്കൊരു കംഫർട്ടബിൾ സോൺ ഒരുക്കി കൊടുക്കുക, ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുക. അവർക്ക് സംസാരിക്കാൻ, അവർക്കൊന്ന് ഓപ്പൺ അപ്പ് ആവാൻ, അവർക്കൊന്ന് മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ഇതിങ്ങനെ ഗതിയിടാവുണ്ട്, അല്ലെങ്കിൽ എന്താ ചെയ്യുക. അപ്പം പറയും കുഴപ്പമില്ല കുട്ടിയെ, ഒരു മാസം കൂടി അല്ലേ, കുറച്ച് എക്സാം കൂടി അല്ലേ, നല്ലോണം പഠിച്ച് എന്റെ കൂട്ടുകാരത്തികളെക്കാട്ടിലൊക്കെ മാർക്ക് വാങ്ങുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ കമ്പയർ ചെയ്യാൻ നിൽക്കാതെ ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റേഴ്സ് ആവുക. കുറച്ച് ചെറിയ അപ്പോ പഠിക്കുന്നതിനിടയിൽ നോമ്പൊക്കെ കാരണം അപ്പൊ രാത്രി പഠിക്കുന്നതിനിടയിൽ ചെറിയൊരു ജ്യൂസ് ഒക്കെ കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുത്ത് കൊടുക്കുക. പഠിച്ചണല്ലേ, അങ്ങനെ എന്തെങ്കിലും എടുക്കുക. പോയി ഞാനൊക്കെ പഠിച്ച സമയത്ത് ഈ പാടം തീർന്നാൻ പറയട്ടെ, ഈ പാടം തീർന്നാൽ ഞാൻ ജ്യൂസ് കലക്കി തരാറ്. അപ്പം തീരുമാനം എന്തെങ്കിലുമൊക്കെ പോയി കാരണം ഞാൻ പാടം തീർന്നമാനോട് പാടം തീർന്ന കണ്ടോ, അടുത്ത പാടം തുടങ്ങിക്കണ്ടോ, ജ്യൂസ് കലക്കി തരാം. അപ്പൊ അതൊരു മോട്ടിവേഷനാ. അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ മതി. പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങളുടേത് മാത്രമാണ്. അതൊരിക്കലും നിങ്ങൾ എന്താട്ടരുത് അവരെ കുറെ മെന്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ട് അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. അത് നിങ്ങളെയും കൂടി ബാധിക്കണേ. നിങ്ങളൊക്കെ എന്താ കരുതണേ, നിങ്ങളൊക്കെ പാരന്റ്സ് ഇപ്പൊ ഇവരൊക്കെ റൈസ് ചെയ്യണം എന്തിനാ? നിങ്ങളൊരു വാർദ്ധക്യ സമയത്ത് ഇവർ നിങ്ങളെ സ്നേഹത്തോടെ വെക്കാനാ. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അവര് വലുതാണ സമയത്തും അവർക്ക് എന്തുണ്ടാകുന്ന സമയത്തും അവരേറ്റവും ആദ്യം വിളിച്ചു പറയുന്നതായിരിക്കും. അവരേറ്റവും ആദ്യം ഒപ്പീനിയൻ തേടുന്നതായിരിക്കും. അതേപോലെ തന്നെ പല കുട്ടികളും ഫ്രീഡം ഇപ്പൊ +2 വരെ നല്ല അടച്ചു കൂട്ടിട്ട് പിന്നെ ഇനീഷ്യം ഫ്രീഡം കൊടുക്കുമ്പോഴാണ് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീഡം യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ലിമിറ്റിൽ ഇങ്ങനെ കൊണ്ടുപോകുക. കുട്ടി ഫ്രീഡം കൊടുക്കണം വെച്ചാൽ കൊടുക്കണം, പക്ഷെ കൺട്രോൾ എവിടെയൊക്കെ വരണം എന്നുള്ളത് പാരന്റ്സ് തീരുമാനിക്കണം. അവിടെയൊക്കെ കൺട്രോൾഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പാരന്റിങ് എന്ന് പറഞ്ഞൊരു ആർട്ടിനെ വളരെ വൃത്തിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ ഒന്നും കണ്ടാണ് നിങ്ങൾ മോട്ടറാവണ്ട. പറ്റുകയാണെങ്കിൽ നിങ്ങളതായിട്ടുള്ള ഓരോ ചിട്ടകളൊക്കെ, രസത്തിലുള്ള സാധനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങളെ മക്കളെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ ബോണ്ട് ഏറ്റവും കൂടുതൽ മുറുക്കുക. എന്തുണ്ടെങ്കിലും മക്കൾ ഉള്ളെന്ന് വരണ്ട, അഞ്ചോ വാപ്പയുടെ അടുത്ത് പറയണല്ലോ, അഞ്ചമ്മയുടെ അടുത്ത് പറയണല്ലോ. ഈ ഒരു സാധനം മാക്സിമം ശ്രമിക്കുക. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാവും ലൈഫ്. അങ്ങനെ തന്നെയൊക്കെ അല്ലേ. ഞാൻ പറയാൻ വലിയ ആളൊന്നല്ല വെച്ചാൽ, പക്ഷെ കുട്ടികൾ അനുഭവിക്കുന്ന കുറെ അധികം പ്രശ്നങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ റെഡി, പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നതാണ്. ആ കുട്ടികളെ തന്നെ പഠിച്ചാൽ തുടങ്ങും. ഇനിയിപ്പോ ഒരു ++ പോയാലെന്താ, അടുത്ത ++ വരാണ്ട്, +1 +2 ഇല്ലേ, ഇനി +1 +2 പോയാലെന്താ, അടുത്ത വരാണ്ട്, പേടിച്ചണ്ട. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും മീൻസ് കുറെ മാർക്കൊന്നും വാങ്ങിയെന്ന് പറയണില്ല, പക്ഷെ അവരൊക്കെ എഡ്യൂക്കേഷൻ എടുക്കുന്ന സമയത്ത് വൃത്തിക്ക് അത് എടുത്തിക്കണ്. ചില ആൾക്കാർ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഒരിക്കലും പഠനം എന്ന് പറയുന്നത് ജോലിക്ക് മാത്രമല്ല, അത് ഒരു പേഴ്സന്റെ ക്വാളിറ്റി എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പൊ ഒരു മനുഷ്യൻ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവന്റെ ക്വാളിറ്റി കൂടും, അവന്റെ റിസോഴ്സസ് കൂടും, അവന് കിട്ടാവുന്ന എക്സ്പോഷർ കൂടും. ഇതൊക്കെ തന്നെയാണ് എഡ്യൂക്കേഷന്റെ വലുത്. പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഒരു പരിധി വരെ അവരെ പുഷ് ചെയ്യുക എന്നുള്ളത് മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്യുക, ടോർച്ചർ ചെയ്ത് പുഷ് ചെയ്യാതൊക്കെ. സോ
എല്ലാവരുടെ മക്കൾക്കും ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഫുൾ എ പ്ലസ് മാത്രം നല്ല നല്ല റിസൾട്ട്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? കഴിഞ്ഞ വർഷത്തിനേക്കാൾ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഇവിടെ ഉണ്ടോ? അതാണ് നല്ല റിസൾട്ട്. അങ്ങനെ മനസ്സിലാക്കുക. സോ താങ്ക് യു.